നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ. ഇതാ കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി വീണ്ടും പാർട്ടിയിലെത്തി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വാടക വീട്, അതിനു മുന്നിൽ ഇക്കഴിഞ്ഞ ദിവസം അരങ്ങേറിയ നാടകങ്ങൾ. പാർട്ടി അംഗത്വം പുതുക്കണമെന്നാവശ്യപ്പെട്ട് ബിനീഷ് കോടിയേരി പാർട്ടിക്ക് 4 തവണയാണ് അപേക്ഷ നൽകിയത്. 3 തവണയും നിരസിക്കപ്പെട്ടു. 4ാം തവണ നൽകിയ അപേക്ഷ MP ഗോവിന്ദൻ തള്ളിക്കളഞ്ഞു. പാർട്ടിയിൽ അംഗം പോലുമല്ലാത്ത ബിനീഷ് കോടിയേരി പിണറായി വിജയന്റെ വീട്ടിൽ ED ഉദ്യോഗസ്ഥരെത്തിയെന്നറിഞ്ഞ് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് ഓടിയെത്തി. പിണറായി വിജയനെ രക്ഷിക്കണമെന്ന് അലറിക്കൊണ്ട് ബിനീഷ് കോടിയേരി പിന്നെ കളം നിറഞ്ഞു. പിണറായിയുടെ വീടിന് മുന്നിൽ ബിനീഷ് കോടിയേരി നിറഞ്ഞു നിന്നാടിയത് അക്ഷരാർത്ഥത്തിൽ CPM പ്രവർത്തകരെയും നേതാക്കളെയും ഞെട്ടിച്ചു. ബിനീഷ് കോടിയേരിയെ കണ്ട് MP ഗോവിന്ദനും മറ്റ് നേതാക്കളും പിണറായിയുടെ വീട്ടിലേക്ക് ഓടി. അവരെ പിണറായി വിജയന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുത്തി ബിനീഷ് കോടിയേരി. MP ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഇത് റോഡിൽ കുത്തിയിരിക്കുന്നു. പിന്നീട് കേരളം കണ്ടത് അതിശക്തമായ രാഷ്ട്രീയ പ്രതിരോധം. തിരുവനന്തപുരത്തെ പിണറായിയുടെ വീട്ടിലേക്ക് പാർട്ടി സഖാക്കൾ ഒഴുകിയെത്തി. IP ബിനു ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കളാണ് അതിന് നേതൃത്വം കൊടുത്തത്. പിന്നീട് കളം മുഴുവൻ ബിനീഷ് കോടിയേരിയുടെ കയ്യിൽ. പാർട്ടി പ്രവർത്തകരെ നിയന്ത്രിക്കണമെങ്കിൽ ബിനീഷിനോട് അഭ്യർത്ഥിക്കണമെന്ന നിലയിലെത്തി V ശിവൻകുട്ടിയും MP ഗോവിന്ദനുമൊക്കെ. തൻ്റെ വീടിന് ചുറ്റും അണിനിരുന്ന പാർട്ടി പ്രവർത്തകരുടെ ആവേശം അകത്ത് ചുരുണ്ടുകൂടിയിരുന്ന പിണറായി വിജയന് ഒരല്പം ആശ്വാസമായി. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പാർട്ടി ഉണ്ടല്ലോ എന്നാണ് പിണറായി ആദ്യം ചിന്തിച്ചത്. എന്നാൽ അണിയറയിൽ ഒരുക്കുന്നത് ഒരു രാഷ്ട്രീയ നാടകമാണ് എന്ന് പിണറായി വിജയനും MP ഗോവിന്ദനുമൊന്നും മനസ്സിലായില്ല. അവരതൊക്കെ മനസ്സിലാക്കിയെടുത്തപ്പോഴേക്കും വളരെ വൈകി. എന്തു ചെയ്യണമെന്നറിയാതെ നേതാക്കൾ ആശങ്കപ്പെട്ട നിമിഷങ്ങളിൽ ബിനീഷ് കോടിയേരിയാണ് പിണറായിയെ രക്ഷിക്കാനായി ചാടിയിറങ്ങിയത്. എന്നാൽ ഇതിനു പിന്നിൽ ഒരു മധുര പ്രതികാരത്തിൻ്റെ കഥയുണ്ടായിരുന്നു എന്നാണ് തലസ്ഥാനത്തുള്ളവർ പറയുന്നത്. ബംഗളൂരു ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് അന്ന് ഉയർന്നു വന്ന ED കേസ്, ഇതിനെ തുടർന്ന് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ ED റെയ്ഡിനെത്തി. തന്റെ മകനെതിരെയുള്ള കേസ് വ്യക്തിപരമാണെന്നും ആ കേസിൽ പാർട്ടി ഇടപെടില്ല എന്നും അന്ന് കോടിയേരി ബാലകൃഷ്ണൻ നയം വ്യക്തമാക്കി. തൊട്ടുപിന്നാലെ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിച്ചെത്തണമെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടാകുമല്ലോ എന്നാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി പ്രതികരിച്ചത്. ലഹരിക്കേസിൽപ്പെട്ടതോടെ ബിനീഷ് കോടിയേരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ബിനീഷിന്റെ കേസിൽ പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു. ക്യാൻസർ രോഗം പിടിപെട്ട് ഒടുവിൽ കോടിയേരി അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ പിടഞ്ഞിരുന്നു. എന്നും പിണറായി വിജയന്റെ സന്തത സഹചാരിയായി നിന്ന കോടിയേരി ബാലകൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ പിണറായി വേണ്ടത്ര പരിഗണിച്ചില്ല എന്ന വേദന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. CPM പാർട്ടി ഒരു തരത്തിലും അന്ന് ബിനീഷ് കോടിയേരിയെ പിന്തുണയ്ക്കുകയോ ബിനീഷ് കോടിയേരിക്ക് അനുകൂലമായ നിലപാടെടുക്കുകയോ ചെയ്തില്ല. ബിനീഷ് അനുഭവിക്കട്ടെ എന്ന തരത്തിലായിരുന്നു അന്ന് പിണറായി വിജയന്റെ പ്രതികരണം. അവതാരങ്ങൾ പലരും അസ്തമിക്കുമെന്ന് അന്ന് പിണറായി വിജയൻ തട്ടിവിട്ടു. കാലം മാറി ഒടുവിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയന് നേർക്ക് ED അന്വേഷണം. ED സംഘം വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ റെയ്ഡിനെത്തിയത് പിണറായി താമസിക്കുന്ന വസതിയിലേക്ക്. പിണറായി വിജയനെ അടക്കം വീട്ടുതടങ്കലിലാക്കിയ മണിക്കൂറുകൾ. പിണറായി വിജയന്റെ വീട്ടിൽ ED സംഘം എത്തുകയും പുറത്ത് CRPF നിലയുറപ്പിക്കുകയും ചെയ്തതോടെ പാർട്ടി അക്ഷരാർത്ഥത്തിൽ വിരണ്ടു. എന്തു ചെയ്യണമെന്നറിയാത്ത ആദ്യ മണിക്കൂറുകൾ. അവിടേക്ക് ആദ്യം കുതിച്ചെത്തിയത് ബിനീഷ് കോടിയേരി. പിന്നീട് ബിനീഷ് നടത്തിയത് സമാനതകളില്ലാത്ത ഇടപെടലുകൾ. എന്നാൽ ബിനീഷിന്റെ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ ഒരു മധുര പ്രതികാരമുണ്ടായിരുന്നു എന്ന് കേരളം ഇപ്പോൾ തിരിച്ചറിയുന്നു. റെയ്ഡ് നടന്ന അതേ ദിവസം ബിനീഷ് എങ്ങനെ തിരുവനന്തപുരത്തെത്തി? ബിനീഷിന്റെ സന്തത സഹചാരിയും ഒരുമിച്ച് വക്കീൽ ഓഫീസ് നടത്തുക ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഷോൺ ജോർജ്. ഷോൺ ജോർജിൽ നിന്ന് ഏതെങ്കിലും തലത്തിൽ ഒരു ED റെയ്ഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ ബിനീഷിന് ചോർന്നു കിട്ടിയിരുന്നു. പിണറായി വിജയന് വേണ്ടി ബിനീഷ് കോടിയേരി നടത്തിയ രക്ഷാപ്രവർത്തനത്തിനു പിന്നിൽ വ്യക്തമായ ഒരു അജണ്ടയുണ്ടായിരുന്നു എന്ന് വേണം സംശയിക്കാൻ. സ്വന്തം കുടുംബത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തിയപ്പോൾ പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ പതറി. അവിടെ ശക്തമായ ഇടപെടലുകളോടെ പിണറായി വിജയന്റെ കുടുംബം പാർട്ടി കുടുംബമാണ് എന്നുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ബിനീഷ് കോടിയേരി വട്ടം നിന്നു. കോടിയേരിയോട് പിണറായി വിജയൻ ചെയ്ത പല നിലപാടുകൾക്കുമുള്ള തിരുത്തലായി ഇന്നിതിനെ കാണുന്നവരുണ്ട്. എന്നാൽ മറുവശത്ത് വളരെ അപകടകരമായ സങ്കീർണമായ ഒരു ഘട്ടത്തിൽ MP ഗോവിന്ദനെയും പാർട്ടിയെയും ബിനീഷ് കോടിയേരി എത്തിച്ചു എന്ന ആക്ഷേപവും ഉയരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് ഏകദേശം 18ഓളം പേർ.
ഇവരിൽ മിക്കവരും ബിനീഷ് കൊടിയേരിയുമായി ഉറ്റ ബന്ധം പുലർത്തുന്നവരാണ്. IP ബിനുവിനെ പോലുള്ളവർ ബിനീഷിന്റെ കട്ടച്ചങ്കുകളും. കസ്റ്റഡിയിലുള്ള ഈ പ്രവർത്തകർ ഏതെങ്കിലും വിധത്തിൽ നേതാക്കൾ പറഞ്ഞിട്ടാണ് തങ്ങൾ ഇത്തരമൊരു ക്രൂരത നടത്തിയത് എന്ന് മൊഴി കൊടുത്താൽ നേതാക്കൾ കൂട്ടത്തോടെ അറസ്റ്റിലാകും. ഒന്നും രണ്ടുമല്ല, വർഷങ്ങൾ ജാമ്യം കിട്ടാതെ ജയിലഴിക്കുള്ളിൽ കഴിയും. പശ്ചിമ ബംഗാളിൽ ഉൾപ്പെടെ ഇത്തരം ചില അനുഭവങ്ങൾ പാർട്ടി പ്രവർത്തകരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കൾ ഇപ്പോൾ പരിധി വിട്ട ആശങ്കയിലാണ്. ഒരു തരത്തിലും പാർട്ടി നേതാക്കളെ ഒറ്റുകൊടുക്കരുത് എന്ന് കസ്റ്റഡിയിലുള്ള പ്രവർത്തകരെ പല വിധത്തിൽ അവർ ഓർമ്മപ്പെടുത്തുന്നു. ഈ സങ്കീർണ സാഹചര്യത്തിൽ ഇനിയും ബിനീഷ് കൊടിയേരിയെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തിയാൽ ഉഗ്രൻ പണി കിട്ടുമെന്ന് പിണറായിക്കും MV ഗോവിന്ദനും ബോധ്യപ്പെട്ടു. തൊട്ടു പിന്നാലെയാണ് പിണറായി വിജയൻ MV ഗോവിന്ദനെ വിളിച്ച് ബിനീഷ് കൊടിയേരിക്ക് പാർട്ടി അംഗത്വം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടത്. കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗകാലത്ത് പാർട്ടിക്കുള്ളിലും അണികൾക്കിടയിലുമൊക്കെ ചില നൊമ്പരങ്ങളുണ്ടായി. അതിനുള്ള പരിഹാരം കൂടിയാവട്ടെ ബിനീഷിന്റെ ഈ തിരിച്ചുവരവ് എന്ന് പിണറായി വിജയൻ കണക്കുകൂട്ടിയിരിക്കാം. ഒരു കാര്യം വ്യക്തമാണ്, കസ്റ്റഡിയിലുള്ള പ്രവർത്തകർ നേതാക്കൾക്കെതിരെ മൊഴി കൊടുത്താൽ അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ അവർ കൂടി അറസ്റ്റിലാകും, അഴിയെണ്ണേണ്ടി വരും. കേരള പോലീസ് വളരെ സൂക്ഷ്മതയോടെയാണ് ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്. മുതിർന്ന നേതാക്കളിലേക്ക് അവർ അന്വേഷണം തിരിച്ചുവച്ചിട്ടില്ല. എന്നാൽ BJP കേന്ദ്രങ്ങളിൽ നിന്നും ED ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്നും ശക്തമായ സമ്മർദ്ദമാണ് ഇത് സംബന്ധിച്ച് പോലീസിനുള്ളത്. മുതിർന്ന നേതാക്കൾ ആഹ്വാനം ചെയ്തതനുസരിച്ചാണ് പ്രവർത്തകർ തങ്ങളെ ആക്രമിച്ചത് എന്ന് ED ഉദ്യോഗസ്ഥർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു. വിചിത്രമായ ചില സംഭവങ്ങൾ ED ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു. തങ്ങൾ പുറത്തേക്ക് പോകാനിറങ്ങിയപ്പോൾ CPM നേതാക്കൾ തന്നെയാണ് അനുരഞ്ജന സംഭാഷണങ്ങളുമായി തങ്ങൾക്കരികിലേക്ക് വന്നത്. പുറത്ത് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും യാതൊരുവിധ അപകടവും അവർ ഉണ്ടാക്കില്ല എന്ന് CPM നേതാക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പുകൊടുത്തു. അതുകൊണ്ടാണ് കേരള പോലീസിനോട് പോലും പറയാതെ അവർ ഗേറ്റ് വിട്ട് പുറത്തേക്ക് പോയത്. ആ സന്ദർഭത്തിൽ ഡ്രൈവറോട് പുറത്തുപോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാൻ ED ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ഡ്രൈവർ പുറത്തു ചെന്നപ്പോൾ ഒക്കെ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരാണ്, താനും പാർട്ടിക്കാരനാണ് എന്നൊക്കെ ഡ്രൈവർ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ആ ധൈര്യത്തിനകത്ത് കയറി ഡ്രൈവർ പറഞ്ഞു, പ്രവർത്തകരൊക്കെയുണ്ട്, പേടിക്കേണ്ട, ഞാൻ സുരക്ഷിതമായി കൊണ്ടുപോയിക്കോളാം. ഒരു ഡ്രൈവറുടെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച ED ഉദ്യോഗസ്ഥരെയാണ് പോലീസ് ഇപ്പോൾ കളിയാക്കുന്നത്. തങ്ങളെ കൃത്യമായി വിവരം ധരിപ്പിച്ചിരുന്നെങ്കിൽ സുരക്ഷ ഒരുക്കി കൊടുക്കുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ മ്യൂസിയം SHOയ്ക്ക് ഇത് സംബന്ധിച്ച വിവരമുണ്ടായിരുന്നു എന്ന് പോലീസിലെ മറ്റു ചിലർ വെളിപ്പെടുത്തുന്നു. SHO ഇടതുപക്ഷ യൂണിയൻ ആഭിമുഖ്യമുള്ള ആളാണ്, അതുകൊണ്ട് പാർട്ടിക്കാരോടൊരു പ്രത്യേക കരുതൽ കാട്ടിയിരിക്കാം. മുൻപൊക്കെ തലസ്ഥാനത്തെ പാർട്ടി ഗുണ്ടകൾ പൂർണ്ണമായും ബിനീഷ് കൊടിയേരിയുടെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ ബിനീഷ് കൊടിയേരി ദുർബലനായതോടെ പാർട്ടി ഗുണ്ടകൾ ബിനീഷിൽ നിന്ന് അകന്നു എന്ന പൊതുധാരണ പാർട്ടിക്കുള്ളിൽ വളർന്നു. അത് തെറ്റാണെന്നും തങ്ങളൊക്കെ ചങ്കുബ്രോകളാണെന്നും ബിനീഷ് കൊടിയേരി ഒരൊറ്റ ദിവസം കൊണ്ട് തെളിയിച്ചു. തലസ്ഥാനത്ത് CPMന് പാർട്ടി ഗുണ്ടകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ബിനീഷിനെ തിരികെയെടുത്ത് വീണ്ടും ഒക്കച്ചങ്ങായി നിലനിർത്തുകയാണ് നല്ലത് എന്ന് പിണറായി വിജയന് ബോധ്യപ്പെട്ടു. കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗ സമയത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പാർട്ടിയുടെ ഹൃദയഭൂമിയായ AKG സെന്ററിൽ പൊതുദർശനത്തിന് വെക്കണം എന്ന ആവശ്യമുയർന്നിരുന്നു. എന്നാൽ പിണറായി വിജയന് അടിയന്തരമായ ഒരു വിദേശയാത്ര പുറപ്പെടേണ്ടതുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ണൂരിലേക്ക് ആ ഭൗതികദേഹം കൊണ്ടുപോയി. അന്ന് കൊടിയേരി കുടുംബത്തിനുണ്ടായ വേദന അത്ര നിസ്സാരമായിരുന്നില്ല. പിന്നീട് പലപ്പോഴും കൊടിയേരി കുടുംബത്തിൽ നിന്ന് അതിൻ്റെ അനുരണനങ്ങളുമുണ്ടായി. ഒടുവിൽ 3 വർഷം നീണ്ടുനിന്ന കാത്തിരിപ്പ്, രാഷ്ട്രീയ വനവാസം, ബിനീഷ് കൊടിയേരി ഒരു കൊടുങ്കാറ്റായി ED റെയ്ഡിനെത്തിയപ്പോൾ ബേക്കറി ജംഗ്ഷനിലേക്ക് കുതിച്ചെത്തി. ഇത് ആസൂത്രിതമാണോ എന്ന് ചോദിക്കുന്നവരോട് വിവരമുണ്ടെങ്കിൽ മനസ്സിലാകുമെന്ന് പാർട്ടി നേതാക്കൾ തന്നെ പറയുന്നു. പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കാലഘട്ടത്തിലും തിരുവനന്തപുരത്തെ യുവജനങ്ങൾക്കിടയിൽ സജീവമായി നിലയുറപ്പിച്ചിരുന്നു ബിനീഷ്. ഒരു കാര്യം വ്യക്തമാണ്, ബിനീഷിന്റെ അംഗത്വം പുതുക്കൽ വ്യക്തിപരമായ ഒരു തീരുമാനമല്ല, മറിച്ച് CPMന്റെ വരാനിരിക്കുന്ന കടുത്ത സമരമുറകളുടെ സൂചനയാണ്. തലസ്ഥാനത്ത് കാര്യങ്ങൾ വെടുപ്പാക്കണമെങ്കിൽ ബിനീഷ് തന്നെ വേണം എന്ന് പിണറായി വിജയൻ ഉറപ്പിച്ചു. മുൻ മുഖ്യമന്ത്രിയായ തനിക്ക് വേണ്ടി വിശ്വസ്തയോടെ ബിനീഷ് കൊടിയേരി നിലകൊള്ളും എന്ന് പിണറായി വിജയൻ വിശ്വസിക്കുന്നു, അഥവാ വിശ്വസിക്കാൻ ശ്രമിക്കുന്നു. ബിനീഷിനെ പുറത്തു നിർത്തിയാൽ അതിനേക്കാൾ അപകടമാകും എന്നും പിണറായി വിജയൻ അറിയാം. അതുകൊണ്ടാണ് പാർട്ടിയിലേക്ക് ഇപ്പോൾ വലിച്ചു കയറ്റിയത്. റെയ്ഡിനെത്തി മടങ്ങിയ ED സംഘത്തെ ആക്രമിച്ച കേസിൽ പ്രതിയായിരുന്ന IP ബിനു കീഴടങ്ങി. CPM പാളയം ലോക്കൽ സെക്രട്ടറിയാണ് IP ബിനു. കേസിൽ ഇന്നലെ വൈകുന്നേരം 3 പ്രതികളെയാണ് പോലീസ് പിടികൂടിയത്.
തിരുവനന്തപുരം നഗരത്തിൽ പ്രതികൾക്ക് ഒളിക്കാൻ ഇടമില്ല എന്നതാണ് അവസ്ഥ. ഒരു വശത്ത് വി രാജേഷിൻ്റെ BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ ബ്രിഗേഡുകൾ ഇവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നു. എവിടെയെങ്കിലും പ്രതികൾ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോലീസിന് വിവരം കൈമാറും. നരുവാമൂട് സ്വദേശി കിരൺ, വട്ടിയൂർക്കാവ് സ്വദേശി അനിൽ, അമൽ എന്നിവർ ഇന്നലെ വൈകിട്ടോടെ അറസ്റ്റിലായി. അമലിനെ കോട്ടയം രാമപുരത്ത് നിന്നാണ് അറസ്റ്റിലായത്. ഇതോടെ കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ എണ്ണം 18. ഇനിയും ധാരാളം പേരെ കസ്റ്റഡിയിലെടുക്കാനുണ്ട്. ആരൊക്കെയാണ് പ്രതിപ്പട്ടികയിലുള്ളത് എന്ന് പ്രതികൾക്ക് പോലും അത്ര വ്യക്തതയില്ല. വധശ്രമം, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപമുണ്ടാക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അന്യായമായി തടഞ്ഞുവെക്കൽ, മനഃപൂർവ്വം പരിക്കേൽപ്പിക്കൽ ഉൾപ്പെടെ കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ പ്രതികൾക്ക് മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നത്. ഒരു വിധത്തിലും ഇവർക്ക് അടുത്ത കാലത്തൊന്നും ജാമ്യം ലഭിക്കില്ല. നേതാക്കളെ കേസിൽ ഉൾപ്പെടുത്തണമോ എന്ന കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇതുവരെ ഒരു അന്തിമ വിലയിരുത്തലിലെത്തിയിട്ടില്ല. തൽക്കാലത്തേക്ക് നേതാക്കളെ നോട്ടമിടേണ്ട എന്നാണ് പോലീസിൻ്റെ കണക്കുകൂട്ടൽ. അവിടെയാണ് ബിനീഷ് കൊടിയേരിയുടെ ചങ്കുകൾ അകത്ത് കിടക്കുമ്പോൾ പാർട്ടിയുടെ നെഞ്ചു പിടയ്ക്കുന്നത്. നേതാക്കൾക്കെതിരെ ഏതെങ്കിലും തലത്തിൽ പ്രവർത്തകർ മൊഴി കൊടുത്താൽ അട്ടപടലം വെട്ടിലാകും. ED ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമിച്ച കേസിന് പുറമെ പോലീസിനെ ആക്രമിച്ച കേസിലും ഇപ്പോൾ പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGP റവദാസ് ചന്ദ്രശേഖരെ വീട്ടിൽ വിളിച്ച് വിശദീകരണം തേടി. ED ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന വിവരം തങ്ങളെ അറിയിച്ചിരുന്നില്ല എന്നാണ് DGP ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചത്. കേരള പോലീസിൻ്റെ സഹായം ഒരു തരത്തിലും അവർ ആവശ്യപ്പെട്ടില്ല. റെയ്ഡ് എപ്പോൾ കഴിയും എന്നുപോലും പോലീസിന് നിശ്ചയമില്ല. കൂടുതൽ CRPFകാരെ എത്തിച്ച് റെയ്ഡ് കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ മടങ്ങുമെന്നാണ് കേരള പോലീസ് കരുതിയിരുന്നത്. ED ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടന്നത് ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നു. ദേശീയ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ഡൽഹിയിലും ഇതു സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നു. ED ആക്രമിച്ച കേസിൽ ഏതെങ്കിലും വിധത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചാൽ CBI അന്വേഷണത്തിനെത്തും. UAPA അടക്കമുള്ള വകുപ്പുകൾ പോലും ചുമത്താൻ ഒരു സാഹചര്യമുണ്ട്. അതീവ സൂക്ഷ്മതയോടെ അതുകൊണ്ട് തന്നെ കരുക്കൾ നീക്കുകയാണ് പോലീസ്. മറുവശത്ത് ആക്രമിക്കപ്പെട്ട ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറിൻ്റെ ഡ്രൈവറെ അനുനയത്തിൽ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഇപ്പോൾ CPM ശ്രമിക്കുന്നു. വാഗ്ദാനങ്ങളുമായി ഡ്രൈവറെ സമീപിച്ചിരിക്കുകയാണ് CPM നേതൃത്വം. പാർട്ടിക്കാരനല്ലേ, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് ഡ്രൈവറോട് പറയുന്നു. ED സംഘത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ അപകടമുണ്ടാകും എന്ന് മനസ്സിലാക്കിയ CPM ഇന്നലെ പരസ്യമായി മാപ്പ് പറഞ്ഞു. ED സംഘത്തെ ആക്രമിച്ചതിലാണ് പരസ്യ മാപ്പ് പറയൽ. ED ഉദ്യോഗസ്ഥരുടെ കൈകളിലെത്തിയിരിക്കുന്നത് നിരവധി തെളിവുകൾ. വീണ വിജയനെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന സൂചന പുറത്തു വരുമ്പോൾ അതീവ ജാഗ്രതയോടാണ് പാർട്ടിയുടെ നീക്കം. മറുവശത്ത് ബിനീഷിനെ കയ്യിലെടുത്ത് തലസ്ഥാനത്തൊരു പ്രതിരോധ സേനയെ വിന്യസിക്കാൻ പിണറായി വിജയൻ പദ്ധതിയിടുന്നു. 2020 ബിനീഷ് കൊടിയേരിയുടെ വീട്ടിൽ ED മണിക്കൂറുകൾ നീണ്ട റെയ്ഡ് നടത്തുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അന്ന് പറഞ്ഞത്, ഇതൊരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണമാണ്. എൻ്റെ മകൻ്റെ കേസ് അവൻ്റെ വ്യക്തിപരമായ ഇടപാടുമായി ബന്ധപ്പെട്ടത്, അതവൻ തന്നെ നോക്കിക്കോളും. പിണറായി വിജയന്റെ വിശദീകരണം അന്നിങ്ങനെ, ഇതൊരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യം, എന്താണ് അവരുടെ കയ്യിലുള്ളത് എന്നറിയാതെ അത് സംബന്ധിച്ചൊന്നും പറയാനാകില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിയമങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കുടുംബം സ്വീകരിക്കും. എന്നാൽ പിണറായിയുടെ കുടുംബം പാർട്ടി കുടുംബമാണ് എന്ന് നെഞ്ചത്ത് കൈവച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പാഞ്ഞെടുത്ത ബിനീഷ് കൊടിയേരി ഒടുവിൽ പിണറായി വിജയനെ പൂർണ്ണമായും തോൽപ്പിച്ചിരിക്കുന്നു, തൻ്റെ കാൽ കീഴിലാക്കിയിരിക്കുന്നു. ബിനീഷ് കൊടിയേരി വിഷയത്തിൽ പിണറായിയുടെ നിലപാട് ചർച്ചയാക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ. വലിയ പരിഹാസവും പിണറായിയുടെ നേർക്ക് ചൊരിയുന്നു. ബിനീഷ് തീർത്തത് ആനപ്പക തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.